ഗായ്സ് ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂത്തോളാണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പരസ്യങ്ങളിലോ അതേപോലെ തന്നെ അവാർഡ് ഷോകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടാ. പുള്ളിയുടെ വണ്ടിയാണ് ഇത് എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ആളുടെ വണ്ടി നമ്പർ 1000, നമ്മുടെ വണ്ടി നമ്പർ 1001. അപ്പോൾ ആളെന്തായാലും ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നുള്ള കാര്യം ഒന്ന് നോക്കിക്കോ. എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് വണ്ടിയുടെ നമ്പർ അടിപൊളി വണ്ടിയില്ലേ, എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചതാ. തൃശ്ശൂർ എന്ത് പരിപാടി? ഇപ്പൊ നമ്മുടെ ഗേറ്റ് വേ എയർ ഫിക്സിംഗ് പൂത്തോൾ റോഡിലത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ വന്നാണല്ലേ? അതെ, നമ്മുടെ 30 ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചാണ് ഇത്. വണ്ടിയൊക്കെ എന്തായാലും അടിപൊളിയുണ്ട്. ഇതല്ലല്ലോ ഒരു ബ്ലാക്ക് കളർ വണ്ടിയല്ലേ ഉണ്ടായിരുന്നു ശരിക്കും? അതാണ് കുറെ വണ്ടികളുണ്ടെന്നുണ്ടല്ലേ? ഇതിന്റെ ഒരു റിവ്യൂ ഇടാൻ വേണ്ടി എനിക്ക് തരില്ലേ? ശരിക്ക് പുള്ളിന്റെ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ടാവും? 1994ലാണ്. ഇപ്പൊ 30 കൊല്ലമായിട്ടുണ്ട്. ഇപ്പൊ ഏഷ്യനെറ്റിന്റെ കുറെ പരിപാടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവാർഡ് പരിപാടികളിൽ, അതേപോലെ തന്നെ കുറെ പരസ്യങ്ങളില്. ശരിക്കും എന്ത് ചെയ്യണത്? ഞാൻ ഡോക്ടറാണ്, പക്ഷെ ഞാൻ ഈ ഫീൽഡിലാണ് ഇപ്പൊ ഉള്ളത്. 30 വർഷമായി ഈ ഫീൽഡിൽ തന്നെ. അതെ. എവിടെ വീടപ്പോ? ഞാൻ എറണാകുളത്താണല്ലോ. ഇതിപ്പോ കാണാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുള്ളിയുടെ ഈ ഒരു സ്ഥാപനം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് ഈ 30ഓളം ബ്രാഞ്ച്, ഇത്ര വർഷം ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞില്ലേ. നമുക്ക് എന്താണ് ഇവിടെ ചെയ്തു കൊടുക്കണമെന്ന് കാണിച്ചാലോ? പിന്നെ ഷുവർ ആയിട്ട് ലൈവായിട്ട് കാണിക്കാം. എനിക്ക് കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ഇത് എന്താണ് സംഭവം? നമ്മള് പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ലൈവായിട്ട് ഇതൊന്നും നമ്മുടെ ഓഡിയൻസിന് കാണിക്കും വേണം. എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു മുടി എത്ര വലിച്ചാലും പറഞ്ഞു പോലില്ല, ആഞ്ഞു പിടിച്ച് വലിച്ചാലും ട്രൈ ചെയ്ത് നോക്കിയോ വേണമെങ്കിൽ. എനിക്ക് പേടിയാ. ഇല്ലതേ കാണിച്ചിട്ടോ വേനുണ്ടോ ആൾക്ക്? ഇത് പറഞ്ഞു പോലില്ല അല്ലേ? ഇല്ല. ഓക്കെ, ഇത് എന്ത് സംഭവം എന്ന് വെച്ചാല് പുള്ളിക്കാരനെ ഞങ്ങൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്താണ് കേട്ടോ. പുള്ളിയുടെ ആദ്യത്തെ രൂപം കാണിക്കാം. ഇതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ഒരു ഫേസിലെ. ഇതൊരു വലിയൊരു ചേഞ്ച് വന്ന് ശരിക്കും മുഖത്ത്. ഇത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അളവ് നമ്മൾ എടുക്കും. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പം പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ഹെയർ ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മള് ഡിസൈൻ ചെയ്യും. നെറ്റി എങ്ങനെ വേണം, അദ്ദേഹത്തിന്റെ നെറ്റി നമ്മളൊന്ന് വരയ്ക്കും. ഇപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് വരയ്ക്കും. ഈ കയറ്റമൊക്കെ, ഈ ഹെയർ ലൈൻ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ആണ് ഇതിന്റെ ഹെയറിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഹെയർ ലൈൻ ചെയ്തല്ലോ, ഇതുപോലെ തന്നെയാണ് മുടി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിരിക്കും. 100%. ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല വെച്ചതാണെന്ന്. അത്ര പെർഫെക്റ്റ്ല് ചെയ്ത് മാച്ചിങ് ഫിനിഷിംഗ് ആയിരിക്കും. സ്വന്തം മുടി ഇപ്പൊ ഈ സൈഡിലെ സ്വന്തം മുടിയാണല്ലോ, ഈ മുടിയുടെ കൂടെ ചേർച്ച വരുന്ന രീതിയിലാണ്. എക്സാക്ട്ലി ഇത്ര ഏരിയ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ കഷണ്ടി ഭാഗം മാത്രമേ ചെയ്യുള്ളൂ. മുടി ഉള്ളത് ഉണ്ടല്ലോ, നമ്മൾ മുടി വീണ്ടും അവിടെ ഫിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പം വിഗ് ലുക്ക് വരും. ആ വിഗ് ലുക്ക് വരാത്ത രീതി നമ്മുടെ തലയോട്ടിൽ നിന്ന് കിളിക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫിനിഷിംഗ് നമ്മൾ ചെയ്തു. നമുക്ക് എന്തായാലും ചേഞ്ച് ഒന്ന് നോക്കാം. ഷുവർ. അതിന് മുമ്പ് ഇത് നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കിയോട്ടാ. നമ്മൾ എന്താണ് വരുത്തിയിട്ടുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി പുള്ളിയുടെ മുഖം നമ്മൾ മാറ്റിയെടുത്തിരിക്കുക. ഇത് എങ്ങനെയത്? 1 മണിക്കൂർ കൊണ്ടാണ് ആളെ നമ്മൾ മാറ്റിയെടുത്തത്. അതെ, ഇത് 1.5 hours ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. ഇത് ഒരാൾ വന്ന ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പം നെറ്റി ഇച്ചിരി കയറി ഇരുന്നാലാണ് ഭംഗി. ബിക്കോസ് ഒരു പ്രായം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റി കയറ്റിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കൊച്ചു പയ്യന്മാരാണെങ്കിൽ അവർക്ക് നെറ്റി ഇറക്കി സ്പൈക്കൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വേറെ രീതി ഇത്ര നീളമുള്ള മുടിയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ഡിസൈൻ, അവർക്ക് എടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ മുടി വെട്ടാൻ പറയണ പോലെ നമുക്ക് മുടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള സ്റ്റൈലിൽ ചെയ്ത് കൊടുക്കാം. യുവാക്കളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചില്. കല്യാണം വരെ നടക്കണില്ലേ പലരും പല ഈ എണ്ണകളൊക്കെ ട്രൈ ചെയ്ത് സമയം കളയും. ബിക്കോസ് അതും കൊണ്ടൊന്നും ഒരിക്കലും മുടി കിളിക്കത്തില്ല. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടി ഒരു വളവിട്ടാൽ കിളിക്കുന്ന സംഭവം ഒന്നും അല്ലല്ലോ. ഇത് എല്ലാവരുടെ തെറ്റിദ്ധാരണ. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വെറും 2 മണിക്കൂർ കൊണ്ട് ഹെയർ ഫിക്സ് ചെയ്തെടുക്കാം. ഇന്നത്തെ കാലത്ത് ആൾക്കാരെ ചുമ്മാ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ പറയുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. ബിക്കോസ് ഡോണർ ഏരിയ കുറവിരിക്കുമ്പോൾ ഇത്ര ഏരിയ ഫില്ലാക്കി എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഹെയർ ഫിക്സ്. ഇപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നടന്മാർക്കെല്ലാം എത്രയോ നടന്മാർ എന്റെ കസ്റ്റമറാണ്. 3/4 നടന്മാരും കേരളത്തിലെ 3/4 നടന്മാരും എന്റെ കസ്റ്റമേഴ്സാണ്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സിദ്ദിഖ് തന്നെയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൂടെ? സക്സസ്ഫുൾ അല്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ, പ്രായമുള്ള നടൻ, ഞാൻ പറയത്തില്ല പേര്, പറയാൻ പാടില്ലല്ലോ, ആ ആളുടെ പോലും മുടി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ നടന്റെ കാര്യം പറയണ്ടല്ലോ, ആ അദ്ദേഹം പോലും ഹെയർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പടങ്ങൾക്കും പുള്ളി ഹെയർ ഫിക്സ് ചെയ്ത് പുതിയ പടം ഇറങ്ങി. അതുകൊണ്ട്
ഹെയർ ഫിക്സ് ചെയ്യുന്നത് ഈസിയാണ്, വേദനയില്ല, അസ്വസ്ഥതകളില്ല, സർജറി ഇല്ല. നമ്മളൊരു ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? പിന്നെ ഷുവർ ആയിട്ട് ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ തലയോട്ടിന്ന് കിളിക്കുന്ന പോലെ ഇരിക്കും. ഇത് കണ്ടോ, ഈ നമ്മളിപ്പോ സ്വന്തം മുടി വെല്ലുന്ന രീതിയിലുള്ള ഫിനിഷ് ആണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് ഈരുകൊണ്ട് കുളിച്ചോണ്ടൊന്നും പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് സ്റ്റൈലായിട്ട് നമുക്ക് മുടി നനച്ചിടാം, എല്ലാം ചെയ്യാം, കുളിക്കാമല്ലോ, നീന്താം. നമുക്ക് നോർമലി ഇപ്പൊ സമുദ്രത്തിൽ പോയി നീന്തിയാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നോർമലി ഉള്ള ഒരു ഡൗട്ടാ, എനിക്ക് മാത്രമല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് തലയ്ക്ക് ചൂടെടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാവാൻ ചാൻസ്? ഇല്ലില്ല, ഇതെന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ടൈപ്സ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലോട്ട് വേറൊരു ആർട്ടിഫിഷ്യൽ സ്കിൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ വാക്യൂം സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ചൂട് ഉണ്ടാവില്ല എന്ന് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് വിഗ് സിസ്റ്റം ഉണ്ട്. ഈ തൊപ്പി വെച്ചാൽ എങ്ങനെയാ ചൂടെടുക്കുന്നത്? നമ്മൾ തൊപ്പി വെച്ചാൽ എങ്ങനെയാലും തൊപ്പി ഊരി മാറ്റിയാൽ മതി എന്നുള്ള ചിന്ത വരില്ല. അത് ബിക്കോസ് വാക്യൂം സ്പേസ് ഉള്ളത് കൊണ്ടാണ് ആ ചൂട് വരുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങൾ വരില്ല. ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ആണ് എന്റെ കസ്റ്റമേഴ്സ്. നമുക്ക് 30 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട്, 30 ബ്രാഞ്ചുകളുണ്ട് ഇന്ത്യയിൽ ഫുള്ളായിട്ട്. നമുക്ക് എല്ലായിടത്തും, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, നമുക്ക് എല്ലായിടത്തും ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എന്റെ കസ്റ്റമേഴ്സ് പറയുന്നത് ഇതൊരു ടെക്നിക്ക് ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ നമുക്ക് എത്രത്തോളം ബ്രാഞ്ചുകൾ ഉണ്ടാവും? എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. നമുക്ക് 22ഓളം ബ്രാഞ്ച് കേരളത്തിൽ തന്നെ ഉണ്ട്. ഏത് ഡിസ്ട്രിക്റ്റിൽ ഇരുന്ന് വീഡിയോ കാണുന്നവരാണെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നേരെ അവിടെ മാനേജേഴ്സ് ഉണ്ട്, അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ 2 മണിക്കൂർ കൊണ്ടുള്ള പണി തീരും, അപ്പൊ തന്നെ ഫിനിഷ് ചെയ്യും. അതായത് കുറെ നാൾ വെയിറ്റ് ഒന്നും വേണ്ട. കുറെ പരിപാടികൾ ചെയ്യണം, തലയില്ലേ വേദന അനുഭവിക്കണം, പിന്നെ വേദന അനുഭവിക്കണം, പിന്നെ അത് 1-1.5 വർഷം വെയിറ്റ് ചെയ്യണം. ഇത് കിളിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഇനി മാനസിക ഇനി മുടിയും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഇതിനാ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, ഇത് ഭയങ്കര സെറ്റപ്പാണ്. നമുക്ക് ഒരു ഫീൽ ഉണ്ടാവില്ല, നമ്മൾ മുടി വെച്ചിട്ടുണ്ടെന്നുള്ള ഫീൽ ഉണ്ടാവില്ല. ഒരു 3-4 ദിവസം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. പെട്ടെന്ന് മുടി ഇല്ലാത്ത ആള് മുടി വെക്കുമ്പോൾ ആൾക്കാർ എന്റെ മുടിയിലോട്ടാണ് നോക്കുന്നത്, ഈ പണിക്ക് എന്തിനു പോയി ഞാൻ ഇങ്ങനൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണട വെക്കുന്ന പോലെ തന്നെ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ മുടിയൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ ഈ പ്രശ്നം കാരണം പൈസ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിനെ ഞാൻ വഴിയിൽ വെച്ചപ്പോ കണ്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ശരിക്കും എനിക്ക് ഒരുപാട് ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പുള്ളിയുടെ ബിസിനസ് ഇവിടെ വരണം, തൃശ്ശൂര് നമ്മുടെ പൂത്തോളൂ അല്ലേ? അതെ, ജയലക്ഷ്മിയുടെ അടുത്ത് തന്നെ പൂത്തോളൂ റോഡിൽ. അതെ, ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ കയറിയതാണ് കേട്ടോ. എന്തായാലും നമുക്ക് എങ്ങനെ ഇതുണ്ടോ, നമ്മൾ കൈയൊക്കെ എങ്ങനെ ഇട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം, അടിപൊളിയാണല്ലേ? പ്രോബ്ലം ഒന്നുമില്ല, നല്ല സുഖമാണ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും, അതായത് കാണുന്ന വീഡിയോ കാണുന്ന ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിലും ആർക്കും പിന്നെ ഒരു റിസ്ക് ഇല്ലാത്ത പണിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മംഗലാപുരത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആള് മരിച്ചു. 30 വയസ്സ് പോലും ഇല്ല, കൊച്ചു പയ്യൻ, നല്ല സുന്ദരൻ. ഇത് റിസ്ക് ഇല്ല, ഇത് ഒരു റിസ്കും ഇല്ല. നമ്മൾ മുടിയില്ലാത്ത ഉപേക്ഷിച്ച ഹെയർ സ്റ്റൈലുകളൊക്കെ നമുക്ക് പിന്നെ ഇഷ്ടമുള്ള സ്റ്റൈൽ ചെയ്യാം. നമുക്കിപ്പോ ഈ സൈഡിലോട്ട് മാറി, അപ്പൊ നമുക്ക് ഈ സ്റ്റൈലിലോട്ട് നമുക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബെസ്റ്റ് തന്നെ പുള്ളിയുടെ ഒരു ലുക്കും വന്നിട്ടുള്ള ചേഞ്ചും ആ കോൺഫിഡൻസിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഷുവർ. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. മുടിയില്ലാത്തതിന്റെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കണ കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഷുവർ ആയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് പരിഹാരമാണ്. നമ്മൾ ആലോചിക്കാൻ, ചിന്തിക്കാൻ അങ്ങനത്തെ വർത്താനം ഒന്നുമില്ല. അപ്പൊ തന്നെ വരിക, നമ്മൾ അളവെടുക്കും, അവരുടെ ഹെയർ ഒറിജിനൽ ഹെയർ, ആ ആളുടെ ഹെയറിന് മാച്ച് ആയിട്ടുള്ള പെർഫെക്റ്റ് ഹെയർ നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പൊ ചേർച്ച വരെ നമ്മൾ കൊടുക്കും. ബിക്കോസ് നമ്മുടെ മുടിയും സ്വന്തം മുടിയും തമ്മിൽ യാതൊരു മാച്ചിങ് ഡിഫറൻസ് ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കും. സംഭവം സെറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെയുണ്ട്, അപ്പൊ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഷുവർ. അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ, ഇത്ര ഡീറ്റെയിൽസ് നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്.